ഒരേപോലെ തന്നെ ഹേറ്റേഴ്സും ഫാൻസും ഉള്ളൊരു മൂവിയാണ് ആനിമൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് ഇത്രത്തോളം ഹേറ്റേഴ്സിന്റെ ആവശ്യമുണ്ടോ? സാധാരണ 2 തരത്തിലുള്ള സിനിമയാണ് ഒരു പ്രേക്ഷകന് വർക്കാവുക. ഒന്ന് അവന് പരിചിതമായിട്ടുള്ള കഥയോ, കഥാപാത്രങ്ങളോ, കഥാസന്ദർഭങ്ങളോ ഉള്ള ഒരു സിനിമ. മറ്റൊന്ന് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സിനിമയിലെ നായകൻ ചെയ്യുന്നതോ, അച്ചീവ് ചെയ്യുന്നതോ കാണുമ്പോൾ കിട്ടുന്ന ഒരു തരത്തിലുള്ള സാറ്റിസ്ഫാക്ഷൻ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു നായകൻ, മസ്കുലിൻ ആയിട്ടുള്ള അറ്റയർ, അയാളുടെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഹെയർ, അയാൾ യൂസ് ചെയ്യുന്ന വില കൂടിയ കാർസ്, നമ്മളിൽ പലരും ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നായകനാണ് ആനിമല നായകൻ. അതേപോലെ തന്നെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ഫാദർ സൺ ആയിട്ടുള്ള റിലേഷൻഷിപ്പ്. ഈ സിനിമയിൽ പറഞ്ഞു വയ്ക്കുന്ന അച്ഛൻ മകൻ റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള, ഭയങ്കര സെന്റിമെന്റൽ ആയിട്ടുള്ള തരത്തിലുള്ള റിലേഷൻഷിപ്പ് അല്ല. ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിട്ടുള്ള ബിസിനസ്സിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു അച്ഛൻ, എന്നാൽ അച്ഛനിൽ നിന്ന് പരിഗണനയും കെയറും എല്ലാം ആഗ്രഹിക്കുന്ന ഒരു മകൻ. തന്റെ ചൈൽഡ്ഹുഡ് മുഴുവൻ ആ ഒരു പരിഗണന കിട്ടാതെ കടന്നു പോവുകയും ആ ഒരു ട്രോമയിലൂടെ കടന്നു വന്ന അയാളുടെ ആനിമൽ എന്ന ടൈറ്റിലോട് കൂടി വരുന്ന ഈ ഒരു സിനിമയിലെ പ്രോട്ടഗണിസ്റ്റ് ആയിട്ടുള്ള ഈ നായകൻ സ്വാഭാവികമായിട്ടും ഒരു എനിമലിറ്റിക് സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ്. അതായത് അയാളുടെ അച്ഛനെ കൊല്ലാൻ വന്ന ആൾക്കാരോട് റിവെഞ്ച് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അയാളിലെ എനിമൽ പുറത്തു വരുന്നത് ഈ സിനിമയിൽ നമുക്ക് കാണാം. അതിനോടൊപ്പം സന്ദീപ് റെഡ്ഡി വാങ്കയുടെ വളരെ മികച്ച രീതിയിലുള്ള മേക്കിംഗ്, മികച്ച രീതിയിലുള്ള എഡിറ്റിംഗ്, അതേപോലെ തന്നെ ഈ സിനിമയിലെ BGM ആയിട്ട് സോങ്ങുകളെ പ്ലേസ് ചെയ്ത രീതി, ഇതിനേക്കാളൊക്കെ പ്രധാനം ദ ചോക്ലേറ്റ് ബോയ് അതേപോലെ റോം കോംസ് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന രൺബീർ കപൂറിന്റെ ഒരു ആനിമൽ ക്യാരക്ടറിലേക്കുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, അതും വളരെ റിഫ്രഷിംഗ് തന്നെയായിരുന്നു. പിന്നെ ഒരു സിനിമയിലെ നായകൻ എന്ന് പറഞ്ഞ സിനിമയുടെ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രധാന കഥാപാത്രം മാത്രമേ അയാൾ ഭയങ്കര റോൾ മോഡൽ ആയിരിക്കണം, അയാൾ ഒരു നന്മയുടെ പ്രതീകമായിരിക്കണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡോടുകൂടിയൊക്കെ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് തന്നെ ഫീൽ ചെയ്തേക്കാം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സിനിമയുടെ ലെങ്ത്തും അതേപോലെ തന്നെ ഇന്റർവൽ ബ്ലോക്കിലുള്ള ആ ഒരു വെടിവെപ്പ് സീനും ഒന്ന് വെട്ടിക്കുറച്ചിരുന്നെങ്കിൽ എല്ലാം കൊണ്ടും ഒരു മികച്ച എക്സ്പീരിയൻസ് തന്ന ഒരു സിനിമ തന്നെയാണ് ആനിമൽ. മാത്രവുമല്ല ഞാൻ ഒന്നിൽ കൂടുതൽ തവണ തിയേറ്ററിൽ പോയി കണ്ട ചുരുക്കം ചില സിനിമകളിൽ ഒന്നുകൂടിയാണ്. പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, അതിപ്പോൾ ആര് ചെയ്താലും, രൺബീർ കപൂർ ചെയ്താലും, നമ്മൾ ചെയ്താലും, നിങ്ങൾ ചെയ്താലും, ചീറ്റിംഗ് ഈസ് ചീറ്റിംഗ്.